നമസ്കാരം. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കരുത്തരായ ആന്ധ്രാപ്രദേശുമായുള്ള പോരാട്ടത്തിൽ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് കേരള ക്യാപ്റ്റനും ഓപ്പണറുമായ സഞ്ജു സാംസൺ. ഗ്രൂപ്പ് ഇയിലെ നിർണായകമായ ആറാമത്തേതും അവസാനത്തെയും റൗണ്ട് മത്സരത്തിൽ 7 റൺസ് മാത്രമെടുത്ത് അദ്ദേഹം പുറത്താവുകയും ചെയ്തിരിക്കുകയാണ്. ഒരു ബൗണ്ടറി മാത്രമേ സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അന്താരാഷ്ട്ര മത്സരത്തിൽ അവസാന 5 മത്സരത്തിൽ നിന്ന് 3 സെഞ്ചുറികൾ നേടി ഗംഭീര പ്രകടനം പുറത്തെടുത്ത സഞ്ജുവിൽ നിന്ന് ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് വന്നപ്പോൾ ആ ഒരു പ്രകടനം കാണാൻ സാധിക്കുന്നില്ല. ഇത് വലിയ ഭീതിയാണ് സഞ്ജു ആരാധകർക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് നഴയ്ക്കപ്പെട്ട കേരള ടീം വലിയ ബാറ്റിംഗ് തകർച്ചയായിരുന്നു നേരിട്ടത്. ഒടുവിൽ ആന്ധ്രാപ്രദേശിനെതിരെ നിർണായകമായ മത്സരത്തിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു കേരളയ്ക്ക്. ഇവിടെ സഞ്ജുവിനെ പോലെ തന്നെ കേരള ടീമിന്റെ പ്രകടനവും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ കപ്പിലേക്ക് എത്താൻ ഒരുപാട് പാടുപെടേണ്ടി വരും കേരളം. അതേസമയം സഞ്ജു സാംസന്റെ ഇത്തരത്തിലുള്ള പ്രകടനം ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ വരാനിരിക്കെ സഞ്ജുവിന്റെ ഈ പ്രകടനങ്ങളും വിലയിരുത്തപ്പെടുമെന്ന് ഉറപ്പാണ്. ആന്ധ്രാപ്രദേശിനെതിരെ സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യാൻ ഇറങ്ങിയതാണ്. പക്ഷേ തുടക്കം മുതൽ റണ്ണെടുക്കാനാകാതെ അദ്ദേഹം വിയർക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ആദ്യത്തെ 6 പന്തിലും കേരള ക്യാപ്റ്റൻ അക്കൗണ്ട് തുറക്കാനായില്ല. ഒടുവിൽ 7ാമത്തെ ബോളിലാണ് സിംഗിളുമായി സഞ്ജു ആദ്യ റൺസ് കണ്ടെത്തിയത്. പക്ഷേ ക്രീസിൽ അദ്ദേഹത്തെ അധിക നേരം നിൽക്കാൻ ആന്ധ്ര ബോളർമാർ അനുവദിച്ചതുമില്ല. 12 പന്തിൽ 7 റൺസ് മാത്രമെടുത്ത് സഞ്ജു മടങ്ങുകയായിരുന്നു. ഒരു 4 ഉണ്ടായിരുന്നു. ഇതിൽ 58.33 എന്ന മോശം സ്ട്രൈക്ക് റേറ്റിലായിരുന്നു സഞ്ജുവിന്റെ പ്രകടനം അവസാനിച്ചത്. KV ശശികാന്തിന്റെ ബൗളിംഗിൽ സ്റ്റീഫന് ക്യാച്ച് സമ്മാനിച്ചാണ് സഞ്ജു ക്രീസ് വിട്ടത്. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിലെ കേരളത്തിന്റെ 6 മത്സരങ്ങളിൽ 5ലും സഞ്ജു സാംസൺ കളിച്ചിരുന്നു. ഇവയിലെല്ലാം ഓപ്പണറായി തന്നെയാണ് സഞ്ജു ഇറങ്ങിയത്. പക്ഷേ 5 ഇന്നിങ്സുകളിൽ ഒരേ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് സഞ്ജുവിന് നേടാനായിട്ടുള്ളൂ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ആഭ്യന്തര മത്സരമോ അന്താരാഷ്ട്ര മത്സരമോ എന്ന താരതമ്യമില്ലാതെ പറയുകയാണ്. മത്സര കണക്കുകൾക്കാണ് ഇവിടെ പ്രാധാന്യം വരുന്നത്. ഒരു താരത്തിന്റെ അവസാന മത്സരങ്ങളിലെ പ്രകടനങ്ങൾ മാത്രമായിരിക്കും ഒരു പക്ഷേ സെലക്ടർമാർ വിലയിരുത്തുക. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവസാനത്തെ 5 ഇന്നിങ്സുകളിലും സഞ്ജുവിന് വേണ്ടത്ര തിളങ്ങാൻ സാധിച്ചിട്ടില്ല. 5 ഇന്നിങ്സുകളിൽ നിന്നും 163 സ്ട്രൈക്ക് റേറ്റിൽ 136 റൺസ് മാത്രമേ സഞ്ജുവിന്റെ അക്കൗണ്ടിൽ നേടാനായിട്ടുള്ളൂ. ഉയർന്ന സ്കോർ 75 റൺസ്. സർവീസസുമായുള്ള ടൂർണമെന്റിലെ ആദ്യത്തെ മത്സരത്തിലായിരുന്നു സഞ്ജുവിന്റെ ഇടിവെട്ട് 50. 45 പന്തിൽ 10 4ഉം 3 6ഉം ഉൾപ്പെടെയാണിത്. 75 റൺസോടെ അദ്ദേഹം ടീമിന്റെ ഹീറോയായത് ഒരുപക്ഷെ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള പ്രകടനങ്ങളെല്ലാം തീർത്തും നിരാശപ്പെടുത്തുകയായിരുന്നു സഞ്ജു. ഓപ്പണറായി വലിയൊരു സ്കോർ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ടീമിനെയും ബാധിക്കുകയാണ്. 19 പന്തിൽ 15 റൺസ്, 4 ബോളിൽ 4 റൺസ്, 15 ബോളിൽ 31 റൺസ് എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ തുടർന്നുള്ള മത്സരങ്ങളിലെ സ്കോറുകൾ. നാഗാലാൻഡുമായുള്ള മത്സരത്തിൽ അദ്ദേഹം കളിച്ചതുമില്ല. IPLന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി ഓപ്പൺ ചെയ്യാൻ ഒരുങ്ങുകയാണ് സഞ്ജു സാംസൺ. എന്നാൽ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ ശരാശരി പ്രകടനം, പ്രത്യേകിച്ചും ആവർത്തിച്ചുള്ള ബാറ്റിംഗിൽ ആവർത്തിച്ച് റണ്ണൊന്നും കണ്ടെത്താനാകാതെ പുറത്താകുന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. തന്റെ സ്ഥിരം റോളായ 3ാം നമ്പറിലേക്ക് തന്നെ അദ്ദേഹത്തിന് മാറേണ്ടി വരുമോ എന്നതാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത്. പക്ഷേ അങ്ങനെ ചെയ്താൽ യശസ്വി ജയ്സ്വാളിന്റെ ഓപ്പണിംഗ് പങ്കാളി ആരാകുമെന്നതും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ. കഴിഞ്ഞ സീസൺ വരെ ഓപ്പണറായി ടീമിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് സൂപ്പർ താരം ജോസ് ബട്ട്ലറെ കൈവിട്ടാണ് റോയൽസിനെ ഇപ്പോൾ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. ബട്ട്ലറുടെ അഭാവത്തിൽ ഈ റോൾ ഏറ്റെടുക്കാൻ സഞ്ജു നിർബന്ധിതനായി മാറുകയും ചെയ്യും. എന്നാൽ ഇന്ത്യൻ ടീമിനൊപ്പം നേരത്തെ ഓപ്പണിംഗിൽ മിന്നിച്ചതാണ് അദ്ദേഹത്തെ മുസ്താഖ് അലി ട്രോഫിയിലും ഈ ഒരു റോളിൽ കളിക്കാൻ പ്രേരിപ്പിച്ചത്. ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക എന്നിവരുമായുള്ള കഴിഞ്ഞ 2 T20 പരമ്പരകളിലും ഓപ്പൺ ചെയ്ത സഞ്ജു 3 സെഞ്ചുറികളും കുറിച്ചിരുന്നു. എന്തായാലും ഇനിയുള്ള സഞ്ജുവിന്റെ മത്സരങ്ങൾ ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ. തന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങളിൽ പരാജയപ്പെട്ടാൽ അത് വലിയ വിശദീകരണങ്ങളിലേക്ക് സഞ്ജുവിനെ കൊണ്ടെത്തിക്കുകയും ചെയ്യും.